തൊഴിലുറപ്പ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ബുധനാഴ്ച അതിനിർണായകമായ ദിവസമാണ്. എല്ലാവരും പള്ളിയിൽ പൈസ ഇട്ടോളൂ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചോളൂ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് പൊങ്കാല നേർന്നോളൂ, ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞോളൂ, പിന്നെ ഗുരുവായൂർ പൈസ ഇട്ടോളൂ, പിന്നെ തിരുപ്പതി പൊക്കോളൂ, മൂകാംബി പൊക്കോളൂ, പള്ളിയിൽ കൊണ്ട് മെഴുതിരി കത്തിച്ചോളൂ. ബുധനാഴ്ച രാവിലെ എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചയും 11 മണിക്കാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്. എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിലേ മാറ്റത്തുള്ളൂ. 11 മണിക്ക് നടക്കും. അപ്പോൾ 11 മണിക്ക് ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെയൊക്കെ ഐറ്റമായിട്ട് തൊഴിലുറപ്പ് ജീവനക്കാരുടെ ശമ്പള വർധനവിൻ്റെ ഫയൽ വരാൻ എല്ലാ സാധ്യതയും കാണുന്നു. കാരണം ഇപ്പോൾ ഫയൽ CMൻ്റെ ഓഫീസിലാണ്. ഫയലിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഫയൽ LSGD തൊഴിലുറപ്പിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു, മിഷൻ ഡയറക്ടർ ജനറേറ്റ് ചെയ്യുന്നു, അത് നേരെ LSGD ചെയ്യുന്നു. അവിടെ അസിസ്റ്റൻ്റ് കണ്ട് പിന്നെ എന്താണ് തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന അസിസ്റ്റൻ്റ് കണ്ടതിന് ശേഷം സെക്ഷൻ ഓഫീസർ കണ്ട്, അണ്ടർ സെക്രട്ടറി കണ്ട്, ഡെപ്യൂട്ടി സെക്രട്ടറി കണ്ട്, അന്ന് ആ ഹൈറാർക്കി എല്ലാം കണ്ട്, മന്ത്രി രാജേഷ് കണ്ട്, അവിടെ നിന്ന് നേരെ CMൻ്റെ ഓഫീസിൽ പോയി CMൻ്റെ ഓഫീസിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് CMൻ്റെ ഓഫീസിൽ നിന്ന് അപ്രൂവ് ചെയ്ത് കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത് ക്യാബിനറ്റിൽ വയ്ക്കാം എന്ന് അപ്രൂവ് ചെയ്ത് ഇതിനിടയിൽ ഫിനാൻസിലേക്ക് പോയി ഫിനാൻസ് മന്ത്രിയും കൂടെ കണ്ടു, എല്ലാം ഓക്കെ ആയി തിരിച്ചു വന്നു. ക്യാബിനറ്റിലേക്ക് വയ്ക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് CMന് ഫയൽ പോയിട്ടുണ്ട്. അത്രയും നമുക്ക് ഇതിൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ CMൻ്റെ ഓഫീസ് ഓക്കെ ഇത് ക്യാബിനറ്റിൽ വയ്ക്കാം എന്ന് പറഞ്ഞ് താഴോട്ട് കൊടുത്താൽ താഴേക്ക് LSGD വന്നിട്ട് ക്യാബിനറ്റ് നോട്ടാക്കി ഇത് ചീഫ് സെക്രട്ടറി വഴി പോകും. മറ്റേത് ചീഫ് സെക്രട്ടറി വഴിയാണ്, ക്യാബിനറ്റിലേക്കുള്ള പോണത് ചീഫ് സെക്രട്ടറി വഴിയാണ്, രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി വഴി. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഇതിനകത്ത് വലിയൊരു റോളുണ്ട്. നിങ്ങൾ ചീഫ് സെക്രട്ടറി വേണമെങ്കിൽ ഒന്ന് അപ്രൈസ് ചെയ്തോളൂ. അദ്ദേഹത്തിന് വലിയ റോളുണ്ട്. ഇത് ക്യാബിനറ്റിൽ വയ്ക്കുന്നതിനും ഓരോ ഐറ്റം വയ്ക്കുന്നതിനും റോളുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള ഓഫീസിനും റോളുണ്ട്. നേരെ മുഖ്യമന്ത്രിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാബിനറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡെഫർ ചെയ്യുക, അങ്ങനെ 2-3 പ്രോസസ്സുണ്ട്. ഒന്ന് ഡെഫർ ചെയ്യുക, അല്ലെങ്കിൽ അത് പിന്നെ ക്യാപ്റ്റൻ അബേൻസ് പോലെ മാറ്റി വയ്ക്കുക, പിന്നെ പാസ്സാക്കി, ഇങ്ങനെ പല പല പേരുകളാണുള്ളത്. അപ്പോൾ ഡെഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രയാസമായിരിക്കും. ക്യാബിനറ്റ് വൺസ് ഡെഫർ ചെയ്താൽ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് വെച്ച് ചെയ്യണം. അതുകൊണ്ട് ഈ ക്യാബിനറ്റിൽ തന്നെ അത് പാസ്സാവാനുള്ള എല്ലാ സാധ്യതയാണുള്ളത്. കാരണം LSGD അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഫിനാൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്, പിന്നെ അത് CMൻ്റെ ഓഫീസിൽ ആൾറെഡി ഒരു പ്രപ്പോസൽ പോയി കാണും. പിന്നെ CIT-കാർ ഇതിൻ്റെ പിറകിലുണ്ട്, INTC-കാരുടെ സമരമുണ്ട്, INTC-കാരുടെ ശക്തമായ സമരം വരുന്നു, CIT-കാർ ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ എന്തായാലും ഫയൽ പാസ്സാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ബുധനാഴ്ചത്തെ ദിവസം ഒന്ന് പ്രാർത്ഥിച്ചോളൂ, എന്തെങ്കിലും കുഴപ്പം വന്നാലോ. അപ്പോൾ ബുധനാഴ്ച എന്തായാലും നിങ്ങളുടെ ശുഭവാർത്ത വരികയാണ്. ഇത് നേരത്തെ വരേണ്ടതായിരുന്നു. ഞാൻ കഴിഞ്ഞ മാസം വീഡിയോ ചെയ്തപ്പോഴേ ഇതേ പ്രോസസ്സ് നടന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ചില ഹിച്ചുകൾ വന്നു. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ പറയുന്നില്ല, കാര്യങ്ങൾ നടന്നല്ലോ. എന്തായാലും CMൻ്റെ അവിടത്തേക്ക് ഫയൽ പോയിട്ടുണ്ട്. CMൻ്റെ അവിടെ ഫയൽ പോയ സാഹചര്യത്തിൽ ഇനി ക്യാബിനറ്റിലേക്ക് പോവുക എന്നുള്ള പ്രോസസ്സാണ്. ഈ ക്യാബിനറ്റിലേക്ക് നോട്ട് കൊടുത്താൽ കയറിയാൽ ഓക്കെ, അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ നോട്ട് ഡിലേ ഒക്കെ ആവുകയാണെങ്കിൽ അടുത്ത ക്യാബിനറ്റിൽ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാബിനറ്റിൽ തന്നെ കയറ്റാനുള്ള LSGDയിൽ ഫയൽ ഉണ്ടായിരിക്കും. ആ ഫയൽ തിരിച്ചു വന്ന് കാണും. ഫയൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ LSGDയിൽ നിന്ന് ആ ഫയൽ നിങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിലൊക്കെ പരിചയമുള്ളവർ അത് ക്യാബിനറ്റ് നോട്ടാക്കി പോണത് വരെ ഫോളോ ചെയ്യണം. എന്നിട്ട് CMൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോഴും വെറുതെ ഇരിക്കരുത്, അവിടെ ഈ ഫയൽ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്ത് ക്യാബിനറ്റിൽ കയറുമെന്ന് ഉറപ്പാക്കണം. ക്യാബിനറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫർ ചെയ്യാനൊരു സാധ്യതയില്ല, പാസ്സാക്കാൻ സാധ്യതയുള്ളത്. കാര്യം മുഖ്യമന്ത്രിയുടെ ഒരു ലൈനിൽ LSGD സെയിം മന്ത്രിയൊക്കെ ആയതുകൊണ്ട്, സെയിം പാർട്ടിയൊക്കെ ആയതുകൊണ്ട് ചോദ്യമൊന്നും ഉണ്ടാവില്ല. CMൻ്റെമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഫയൽ വിടുന്നത്. അപ്പോൾ അൺഒഫീഷ്യലായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഫയൽ വളരെ പെട്ടെന്ന് പാസ്സാവും. എന്തായാലും ഈ ബുധനാഴ്ച നിങ്ങളുടെ നല്ല ദിനമായിരിക്കട്ടെ. തൊഴിലുറപ്പ് ജീവനക്കാരുടെ അന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം നമുക്ക് നോക്കാം. എന്തായാലും തൊഴിലുറപ്പുകാർക്ക് കുറച്ച് കാലമായിട്ട് നമ്മൾ പല വീഡിയോയിലൂടെ സുഭാഷിതം ചാനലിലും ഈ ഗ്ലോബൽ മലയാളി ന്യൂസിലും ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിന് റിസൾട്ടാവും എന്നറിയുന്നതിൽ വലിയ സന്തോഷം.